നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പിന് ഇനി കഷ്ടിച്ച് 10 ദിവസം അല്ലേ? അതെ, 10 ദിവസം. അപ്പോ നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രധാന കാര്യങ്ങൾ? നമുക്കൊന്ന് നോക്കിയാലോ? ശരിയാണ്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലമ്പൂരിലെ ആ ഒരു എന്താ പറയാ രാഷ്ട്രീയ അന്തരീക്ഷം കുറച്ച് ചൂട് പിടിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഞാ കാരണം ഒരു വശത്ത് ഈ ഓൺലൈൻ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈയിടെയുണ്ടായ ഒരു ദാരുണ സംഭവം. ഓ അതെ അതെ, അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കളൊക്കെ പ്രചാരണത്തിനെത്തുന്നു. അപ്പം മൊത്തത്തിലൊരു ഇലക്ഷൻ ഫീൽ വന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ ആ ദാരുണ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വഴിക്കടവിൽ വെച്ച് ഒരു 15 വയസ്സുള്ള കുട്ടിയല്ലേ? അതെ, 15 വയസ്സുകാരൻ. പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത്. അത് വലിയ രീതിയിലുള്ള ചലനങ്ങളുണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി. അതിന് പിന്നാലെ തന്നെ UDF, അതായത് പ്രധാനമായും കോൺഗ്രസും മുസ്ലിം ലീഗും, അവരെ പ്രവർത്തകരെ റോഡ് ഉപരോധിച്ചു, വലിയ പ്രതിഷേധമൊക്കെയുണ്ടായി. ശരി. ആ പ്രതിഷേധം പിന്നെ കുറച്ചുകൂടി ഗൗരവമായി മാറി. കാരണം ഈ കുട്ടിയുടെ മരണത്തിൽ സർക്കാരും KACBയും ഉത്തരവാദിത്തം പറയണമെന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. കാരണം അതൊരു അനധികൃത കെണിയായിരുന്നു എന്നൊരു ആരോപണം വന്നു. അതിന് KACB ഒത്താശ ചെയ്തു എന്നും പിന്നെ UDF സ്ഥാനാർത്ഥി ആരേടൻ ഷൗക്കത്ത് കുറച്ചുകൂടി കടന്ന് ഇതൊരു സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്ന് വരെ പറഞ്ഞു. ഓഹോ, അത്ര വരെ പോയോ? അതെ. ആ സമയത്ത് CPM നേതാവ് വിജയരാഘവൻ അതുവഴി വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം പ്രതിഷേധക്കാർ തടയുകയുമുണ്ടായി. അത് സ്ഥിതി കുറച്ചുകൂടി വഷളാക്കി. ഇതിനിടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് അവിടെ എത്തിയിരുന്നു അല്ലേ? എത്തിയിരുന്നു. സ്വരാജ് സംഭവസ്ഥലത്ത് വന്നു. ആ ഫെൻസിംഗ് അനധികൃതമാണോ എന്നൊക്കെ അന്വേഷിക്കണം, കൃത്യമായ ഒരു അന്വേഷണം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഇമോഷണൽ വിഷയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് എത്രത്തോളം ഒരു രാഷ്ട്രീയ വിഷയമായി ആളിക്കത്തും എന്നാണ് ഇനി നോക്കേണ്ടത്? തീർച്ചയായും. അത്തരം വൈകാരിക വിഷയങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഒരു സ്വാധീനമുണ്ടാവാറുണ്ടല്ലേ? അതെ. ഇനി നമുക്ക് പ്രചാരണ രംഗത്തേക്ക് വരാം. അവിടെയും കാര്യങ്ങൾ വളരെ സജീവമാണ്. LDFന് വേണ്ടി സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇറങ്ങുന്നു. ഓ, മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നോ? അതെ. ജൂൺ 13, 14, 15 തീയതികളിൽ സ്വരാജിനു വേണ്ടി നിലമ്പൂരിൽ പ്രചാരണത്തിനുണ്ടാവും. നിയമസഭ സ്വരാജിനെ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കണം എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതായി നമ്മൾ കണ്ടു. അത് സ്വരാജിന്റെ ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗം കൂടിയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. അത് ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണേണ്ടതുണ്ടോ? അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം? ഉണ്ട്, ഉറപ്പോയുമുണ്ട്. കാരണം ഭരണത്തുടർച്ച കിട്ടിയ ശേഷം നടക്കുന്ന ഒരു പ്രധാന ഉപതെരഞ്ഞെടുപ്പാണ്.